ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് സമ്പത്തുണ്ടാക്കുക എന്നുള്ളത്. മനുഷ്യനാണോ അവൻ്റെ ഒരു ആഗ്രഹം മെയിനായിട്ട് സമ്പത്തുണ്ടാക്കുക. കാരണം സമ്പത്തില്ലാണ്ട് നമുക്കിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗം തന്നെയാണ് സമ്പത്ത്. പിന്നെ പല ആളുകളും പറയും സമ്പത്ത് മാത്രമല്ല എല്ലാത്തിൻ്റെയും കാര്യം. സത്യമാണ്, ആരോഗ്യമുള്ള ശരീരം അത് വളരെ വലിയൊരു കാര്യമാണ്. പക്ഷെ ഇതെല്ലാം, ആരോഗ്യമുള്ളൊരു ശരീരവും എല്ലാം നമുക്ക് നിലനിർത്താൻ സമ്പത്ത് നിർബന്ധമാണ്. നമ്മുടെ എന്ത് നീഡും ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് സമ്പത്ത് ആവശ്യമാണ്. അപ്പോൾ ഈ 2025 സമ്പത്തുണ്ടാക്കാൻ നിക്ഷേപിക്കേണ്ട ഒരു 5 മേഖലകളെ പറ്റിയാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനം. തീർച്ചയായും നമ്മുടെ വാണിംഗ് നിങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ബൈയോ സെല്ലോ നിങ്ങൾ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായും ബന്ധപ്പെടേണ്ടതാണ്. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു തരത്തിലുള്ള പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നിങ്ങൾക്ക് നൽകുന്നില്ല. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. മാർക്കറ്റ് മാഗ്നറ്റിന്റെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. താല്പര്യമുള്ളവർക്കെല്ലാം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ സ്റ്റഡികളും ന്യൂസുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റിന്റെ പുതിയ ഫ്രീ ചാനലിലെ ലിങ്കാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. കാരണം നമ്മുടെ പഴയ ഫ്രീ ചാനലിൽ ഒരു എറർ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചാനൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് പുതിയ ഫ്രീ ചാനലിലെ ലിങ്കാണ് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആ ചാനലിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. പഴയ ചാനലിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ ഫ്രീ ചാനൽ ജോയിൻ ചെയ്തിരിക്കാവുന്നതാണ്. ഇനി പഴയ ചാനൽ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് പുതിയ ചാനലുകളിൽ നമ്മുടെ ന്യൂസുകളും ഡീറ്റെയിലുകളും അറിവുകളും എല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സമ്പത്തുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർക്കറ്റിലേക്ക് എല്ലാവരും വന്നിരിക്കുന്നത്. 2025 നമുക്ക് നിക്ഷേപിക്കാൻ 5 മേഖലകളെ പറ്റിയാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഓഹരി വിപണിയിൽ വലിയ കുതിപ്പുകൾക്കും അതുപോലെ തന്നെ തിരുത്തലുകൾക്കും 2024 വർഷം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വളർച്ചാ സാധ്യതയുള്ള മേഖലകൾ നോക്കി നിക്ഷേപിക്കുന്നതാണ് വരും കാലങ്ങളിൽ ഏറ്റവും നല്ലത്. അപ്പോൾ 2025 നിക്ഷേപിക്കാൻ തിരഞ്ഞെടുക്കേണ്ട പ്രധാനപ്പെട്ട 5 മേഖലകളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ റിന്യൂവബിൾ എനർജിയാണ്. ജലവൈദ്യുതി, സോളാർ, കാറ്റ്, ബയോമാസ്, ബയോഫ്യുവൽ പദ്ധതികൾ. കാലാവസ്ഥാ മാറ്റങ്ങൾ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് പുനരുൽപാദനക്ഷമവും ഹരിതവുമായ പുതിയ ഊർജ സ്രോതസ്സുകളിലേക്ക് നമ്മെ മാറാൻ നിർബന്ധിക്കും. അദാനി ഗ്രീൻ എനർജി, റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ പവർ, NHPC, NTPC, KPI ഗ്രീൻ എനർജി, ബോറോസിൽ റിന്യൂവബിൾസ്, സുസ്ലോൺ തുടങ്ങിയ കമ്പനികൾ ഈ മേഖലകളിൽ വലിയ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. കഴിഞ്ഞ ധനകാര്യ വർഷം 40.3% വളർച്ചയോടെ 17.52 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ രാജ്യത്ത് വിൽപ്പന നടത്തിയിട്ടുണ്ട്. 2029 വരെ പ്രതിവർഷം 67% വളർച്ച ഇലക്ട്രിക് വാഹന മേഖല കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മെയിൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മഹീന്ദ്ര ഇലക്ട്രിക്, ഓല ഇലക്ട്രിക്, ഹീറോ മോട്ടോകോപ്പ്, ഏതർ, റിവോൾട്ട്, ബജാജ് ഓട്ടോ, TVS മോട്ടോർ, ഗ്രീവ്സ് ഇലക്ട്രിക്സ്, അതുൽ ഓട്ടോ, JBM, ഒലക്ട്ര ഗ്രീൻ ടെക് തുടങ്ങിയവയൊക്കെയാണ് മെയിൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ. ഇനി ഇലക്ട്രിക് സംബന്ധമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളെ പറ്റി നമുക്ക് നോക്കാം. ഇലക്ട്രിക് ബാറ്ററി നിർമ്മാതാക്കൾ എക്സൈഡ്, അമർരാജ ഇലക്ട്രിക്, ടാറ്റ കെമിക്കൽസ്. ഇനി EV ചാർജിങ് സംവിധാനം ആ കമ്പനികളെ പറ്റി നോക്കുവാണെങ്കിൽ ടാറ്റ പവർ, ABB തുടങ്ങിയവയൊക്കെയാണ്. ഇനി EV പവർ ഇലക്ട്രോണിക്സിനെ പറ്റി നോക്കുവാണെങ്കിൽ ബോഷ്, ടാറ്റ LXE തുടങ്ങിയവയൊക്കെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ടെക്നോളജി നോക്കുവാണെങ്കിൽ KPIT ടെക്നോളജീസ്, L&T, TCS തുടങ്ങിയ കമ്പനികളും നമുക്ക് തീർച്ചയായും നമ്മുടെ സ്റ്റഡികളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരു ബൈ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ ഇതിലൊരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുമായിട്ടോ ഫണ്ട് മാനേജറുമായിട്ടോ തീർച്ചയായും ബന്ധപ്പെടേണ്ടതാണ്.
മാർക്കറ്റ് മാഗ്നറ്റ് യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല. അടുത്ത മേഖലയെപ്പറ്റി പറയുവാണെങ്കിൽ ഫിനാൻഷ്യൽ ടെക്നോളജി. ധനകാര്യ സേവന മേഖല വളരുന്നതോടൊപ്പം ആ മേഖലയിൽ നിർമ്മിത ബുദ്ധി അടക്കമുള്ള നവീന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും വർദ്ധിച്ചു വരികയാണ്. ബിഗ് ഡാറ്റ അനലിസ്റ്റിക് വഴി സേവനവും മാർക്കറ്റിങ്ങും കൂടുതൽ സുഗമവും വേഗവുമാക്കാൻ സാധിക്കുന്നു. ഇടപാടുകാർക്കും കമ്പനിക്കും ചെലവ് കുറയുന്നുണ്ട്. BB ഫിൻടെക്, പേടിഎം, ഇൻഫിബീം അവന്യൂസ്, സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസ്, MOS യൂട്ടിലിറ്റി തുടങ്ങിയവ ഈ രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുന്നുണ്ട് കേട്ടോ. അടുത്ത മേഖല, അതായത് നാലാമത്തെ മേഖല, ഹെൽത്ത് കെയർ ഫാർമസ്യൂട്ടിക്കൽ. വൃദ്ധജനസംഖ്യയും ജനങ്ങളുടെ വരുമാനവും വർദ്ധിക്കുന്നതോടുകൂടി ആരോഗ്യ സേവനവും ഔഷധങ്ങളും കൂടുതൽ ആവശ്യമായി വരുന്നു. നിർമ്മിത ബുദ്ധിയും മറ്റും ഉപയോഗപ്പെടുത്തി മരുന്നുകൾ കണ്ടെത്തുന്ന കമ്പനികൾക്ക് കൂടുതൽ വളർച്ച ലഭിക്കും. മുൻനിര കമ്പനികളെ പറ്റി നമുക്കൊന്ന് നോക്കാം. സൺഫാർമ, ഡിവിസ് ലബോറട്ടറീസ്, ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല, മാൻകൈൻഡ് ഫാർമ, സൈഡസ് ലൈഫ് സയൻസസ്, അരബിന്ദോ ഫാർമ, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ആസ്റ്റർ DM ഹെൽത്ത് കെയർ, നാരായണ ഹൃദയാലയ, മാക്സ് ഹെൽത്ത് കെയർ, ഫോർട്ടീസ് ഹെൽത്ത് കെയർ തുടങ്ങിയവ മുൻനിര കമ്പനികളാണ്. തീർച്ചയായും നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ് കേട്ടോ. അഞ്ചാമത്തെ മേഖല എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വളർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 2047 വികസിത രാജ്യങ്ങളുടെ പദവി സ്വപ്നം കാണുന്ന രാജ്യത്ത് പാർപ്പിടങ്ങളും ഓഫീസുകളും ഷോപ്പിംഗ് മാളുകളും ഫാക്ടറികളും ഗോഡൌണുകളും ആശുപത്രികളും ഇന്നത്തേതിന്റെ പല മടങ്ങ് വളരേണ്ടതുണ്ട്. 2022 $50,000 കോടി താഴെ ആയിരുന്ന റിയൽ എസ്റ്റേറ്റ് വിപണി 2030 $1 ലക്ഷം കോടി കടക്കുമെന്നാണ് വിലയിരുത്തുന്നത്. 2047 അത് $5.8 ലക്ഷം കോടി കടന്ന് GDPയുടെ 15.5% എത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇപ്പോഴത്തേതിന്റെ ഇരട്ടി വലിപ്പമാണ് അന്ന് റിയൽ എസ്റ്റേറ്റിന് GDPയിൽ ഉണ്ടാവുക. ആഴ്ചയിൽ 2 എന്ന തോതിൽ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് രണ്ടാം നിര നഗരങ്ങളിലും ഓഫീസ് പാർപ്പിട ഡിമാൻഡ് പല മടങ്ങ് കൂട്ടുന്നുണ്ട്. ഈ മേഖലയിലെ വലിയ കമ്പനികളിൽ ചിലത് നമുക്കൊന്ന് പരിചയപ്പെടാം. തീർച്ചയായും നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം. DLF, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, മാക്രോടെക് ഡെവലപ്പേഴ്സ്, ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ്, ഒബ്രോയ് റിയാലിറ്റി, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ്, ബ്രിഗേഡ് ഗ്രൂപ്പ്, L&T റിയാലിറ്റി, ശോഭ എന്നീ കമ്പനികളും തീർച്ചയായും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും സമ്പത്തുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടിയാണ് മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2025 തീർച്ചയായും നിങ്ങൾ വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ സഹായത്തോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 5 മേഖലകളെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ഒരു ബൈ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ തീർച്ചയായും സ്റ്റഡി ചെയ്യുക, നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യുക. പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.